പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ സ്ത്രീകൾക്കും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവണം. വരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ സമൂഹത്തിനെയും, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയമാണെങ്കിലും സമൂഹത്തിലൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടി മാത്രമല്ല അവരോരോരുത്തരും വരുമാനദായകരായി തീരുന്നത്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്കില്ലുകൾ തീർച്ചയായിട്ടുമുണ്ട്. അതൊന്ന് വളർത്തിയെടുക്കുവാൻ നോക്കുകയാണെങ്കിൽ ഓരോ സ്ത്രീക്കും സ്വയം പര്യാപ്തതയിലെത്തുവാനും, ഒരു ചെറിയ വരുമാനമാണെങ്കിൽ, അധിക വരുമാനം വേണ്ട, നമ്മുടെ ആവശ്യത്തിന്, ഓരോ സ്ത്രീകളുടെയും അവരുടെ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു ചെറിയ വരുമാനമെങ്കിലും നിങ്ങൾക്കുണ്ടാക്കുവാനായിട്ട് സാധിക്കും. അത് ഉറപ്പായിട്ടും അത് ഉണ്ടാക്കണം. ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഒരു വിലയും നിലയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ തന്നെ. കാരണം ഞാൻ വളരെ ചെറുപ്പം മുതൽ, ഒരു 10-12 വയസ്സുള്ളപ്പോൾ മുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അത് ഈവൻ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് 10 പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കുകയും, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയാൻ പറ്റുന്നത്, നമ്മുടെയൊക്കെ ഈ ഹൈ റേഞ്ചിൽ ഇഷ്ടംപോലെ ചക്കയുണ്ട്. പക്ഷേ ചക്കയുടെ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല മഴ ഉണ്ടാകുന്ന സമയത്താണ് ചക്ക ഉണ്ടാകുന്നത്. ചക്കയും മാങ്ങയും ഒക്കെ ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്നത് നല്ല മഴ സമയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടും അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് വെറുതെ കിടന്ന് പോവുകയാണ്. ഞാൻ ആ സമയത്ത് ചക്കക്കുരു പെറുക്കിയെടുത്ത്, കഴുകിയെടുത്ത്, ചക്കക്കുരു തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സ്ത്രീകൾ തമിഴ്നാട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചക്കക്കുരു എടുക്കാൻ വരും. ഞാൻ ആ ചക്കക്കുരു അവർക്ക് കൊടുക്കുമായിരുന്നു. എനിക്കപ്പോൾ ഒരു പടിക്ക് 50 പൈസയാണ് കിട്ടുന്നത്. ഒരു 5 രൂപ ഉണ്ടാകണമെങ്കിൽ 10 പടി ചക്കക്കുരു ഉണ്ടാകണമെങ്കിൽ ഒരു 5-8 ചക്കയെങ്കിലും അതിലെ ചക്കപ്പഴത്തിനകത്തുനിന്ന് കുരു എടുക്കണം. ആ പ്രയാസമേറിയതാണെങ്കിൽ പോലും ഞാൻ ആ ജോലി വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യുകയും അങ്ങനെ ചെറിയ തോതിൽ ഒരു സമ്പാദ്യശീലം എനിക്ക് വളർത്താനായിട്ട് സാധിച്ചു. അതനുസരിച്ച് മുന്നോട്ട് ഞാൻ പോയപ്പോൾ 1993 എനിക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങുകയും ആ പ്രസ്ഥാനത്തിന് എനിക്ക് വിജയത്തിൽ എത്തിക്കുവാൻ സാധിച്ചത്, പല പ്രശ്നങ്ങൾ വന്നപ്പോഴും, അല്ലെങ്കിൽ പലതിനെയും തരണം ചെയ്ത് പല പ്രതിസന്ധികളെയും ഞാൻ തരണം ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ധൈര്യം ചെറുപ്പം മുതൽ ഞാൻ ആർജിച്ചു കൊള്ളുന്ന ഒരു കഴിവായിരുന്നു. ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. പരാജയപ്പെടുമ്പോഴും ഓരോ പരാജയവും ഒരു വിജയത്തിൻ്റെ പാതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് തന്നെ മുന്നേറി. ഇപ്പോൾ ഏതാണ്ട് 31 വർഷമായിട്ട് ഞാനൊരു നല്ല എൻ്റർപ്രണറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായും എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു തരത്തിലല്ലേ മറുതരത്തിൽ ഗവൺമെൻറ് ജോലി മാത്രമേ ഞാൻ ചെയ്യുന്നൊന്നും നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ജോലിയോ സ്വന്തമായിട്ടൊരു സംരംഭകയോ ആകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒന്നും വേണ്ട, ഒരു ചുരിദാർ നിങ്ങൾ ഒരു ദിവസം തയ്ച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 300-400 രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവ് നിങ്ങൾ പുറത്തേക്കെടുക്കുക. നിങ്ങൾക്ക് സമൂഹത്തിൽ ഇന്ന് കിട്ടുന്ന വിലയായിരിക്കില്ല നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പല സ്ത്രീകളും പറയും, തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഒരു വിലയില്ലെന്ന് പറയും. ആ വില ഉണ്ടാക്കേണ്ടത് മറ്റാരുമല്ല, നമ്മളാണ്. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നല്ലൊരു സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള വിചാരത്തിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു സംരംഭകരായിട്ട് മാറുവാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും സ്വയം പര്യാപ്തത നമ്മൾ സ്ത്രീകൾ നേടണം. നിങ്ങൾക്ക് സ്വയം വരുമാനം നേടണം. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.